കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ ABC മലയാളം. മുൻകാല നടി ദേവികയുടെ മകളാണ് കനക. രജനീകാന്ത്, മമ്മൂട്ടി, മോഹൻലാൽ, വിജയകാന്ത്, പ്രഭു എന്നീ തെന്നിന്ത്യൻ പ്രമുഖരുടെ കൂടെ അഭിനയിച്ച നടിയുടെ ആദ്യ ചിത്രം കരകാട്ടക്കാരനായിരുന്നു. 1989 പുറത്തിറങ്ങിയ ചിത്രത്തിൽ നായികയായിട്ടായിരുന്നു തുടക്കം. ചിത്രം തിയേറ്ററുകളിലെ വിജയമായതോടെ നടിക്ക് ഒട്ടേറെ മികച്ച ചിത്രങ്ങളുടെ ഭാഗമാകുവാനും കഴിഞ്ഞു. സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത ഗോഡ്ഫാദർ എന്ന ചിത്രത്തിലൂടെയാണ് നടി മലയാളത്തിൽ എത്തുന്നത്. ആദ്യ ചിത്രത്തിലൂടെ തന്നെ മലയാളത്തിലും തിളങ്ങി. തുടക്കത്തിൽ തന്നെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും കൂടെ അഭിനയിക്കാൻ അവസരം ലഭിച്ച നടി കൂടെയാണ്. മലയാളത്തിലും തമിഴിലും 40ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച് തീർത്ത നടി വിവാഹത്തോടെ സിനിമയിൽ നിന്നും പിന്മാറി. ജീവിത പ്രശ്നങ്ങളാണ് കനക സിനിമയിൽ നിന്ന് മാറി നിൽക്കാൻ കാരണം എന്നാണ് പറയുന്നത്. ഗംഗൈ അമരൻ സംവിധാനം ചെയ്ത കരകാട്ടക്കാരൻ എന്ന ചിത്രത്തിലൂടെയാണ് കനക സിനിമയിൽ എത്തുന്നത്. റൊമാന്റിക് ഡ്രാമഡി ചിത്രമായ കരകാട്ടക്കാരന്റെ തിരക്കഥ ഒരുക്കുന്ന സമയത്താണ് നടി ദേവിക ഗംഗൈ അമരനെ കാണാൻ എത്തുന്നത്. താൻ നിർമ്മിക്കുന്ന പുതിയ സിനിമയിൽ ഗംഗൈ അമരന്റെ സാന്നിധ്യത്തിന് വേണ്ടിയായിരുന്നു ആ സന്ദർശനം. മകൾ കനകയും ഉണ്ടായിരുന്നു കൂടെ. താനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ പൂർത്തിയാകട്ടെ, അതിനുശേഷം ഞാൻ വരാമെന്നായിരുന്നു ഗംഗൈ അമരന്റെ മറുപടി. എന്നാൽ മകൾ കനകയെ കണ്ട ഗംഗൈ അമരൻ തന്റെ സിനിമയിൽ അഭിനയിക്കാൻ ക്ഷണിക്കുകയായിരുന്നു. അതായിരുന്നു കരകാട്ടക്കാരൻ. ചിത്രം ബോക്സ് ഓഫീസിൽ ഹിറ്റായി. സിനിമയിൽ നിന്ന് വിട്ടതോടെ നടി വ്യക്തി ജീവിതത്തിലും ചില പ്രശ്നങ്ങൾ അനുഭവിച്ചു. അമ്മ ദേവിക കാരണമാണ് കനകയുടെ ജീവിതം നശിച്ചതെന്ന് സിനിമാ നിരൂപകൻ പല്ലിശ്ശേരി ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു. ആദ്യത്തെ ചിത്രത്തിന് ശേഷം നടിയെ തേടി അന്യഭാഷയിൽ നിന്നൊക്കെയായി ഒട്ടേറെ അവസരങ്ങൾ വന്നു. സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത ഗോഡ്ഫാദറാണ് നടിയുടെ ആദ്യ ചിത്രം. മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഒട്ടേറെ അവാർഡുകൾ ലഭിച്ചു. ഈ മഴ തന്മഴ എന്ന ചിത്രത്തിന് ശേഷം നടി അഭിനയം നിർത്തുകയായിരുന്നു. 2001 പുറത്തിറങ്ങിയ ചിത്രത്തിൽ രേഖ എന്ന കഥാപാത്രത്തെയാണ് കനക അവതരിപ്പിച്ചത്. 2009 കനക വിവാഹിതയായത്. US എഞ്ചിനീയറായ ജോലി നോക്കുന്നയാളിനെയാണ് നടി വിവാഹം ചെയ്തത്. സിനിമയിൽ കുറെ കാലം വിട്ടുനിന്നതോടെ നടിയുടെ പേരിൽ ഒട്ടേറെ ഗോസിപ്പുകളും പ്രചരിച്ചു തുടങ്ങി. ക്യാൻസർ ബാധിച്ച് ആലപ്പുഴയിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് വാർത്തകളിലുണ്ടായിരുന്നത്. ആരും നോക്കാനില്ലാതെ ദുരവസ്ഥയിലാണെന്നും വാർത്തകൾ പ്രചരിച്ചിരുന്നു. വാർത്തയുടെ സത്യാവസ്ഥ വെളിപ്പെടുത്തി നടി രംഗത്തെത്തിയിരുന്നു. ഏറെക്കാലമായി സിനിമയിൽ നിന്ന് വിട്ടുനിന്നതോടെയാണ് ഈ വാർത്തയും പ്രചരിച്ചത്. ഏറെ നാളായി ക്യാൻസർ ബാധിതയായിരുന്ന നടി കനക മരണത്തിന് കീഴടങ്ങിയെന്നായിരുന്നു വാർത്തകളിൽ പ്രചരിച്ചത്. 2013 ഇത്തരത്തിൽ ഒരു വാർത്ത പുറത്തു വന്നത്. അടുത്തിടെ നടി മരിച്ചുവെന്ന് പറഞ്ഞ വീണ്ടും വാർത്തകൾ പ്രചരിച്ചു. സംഭവത്തിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തി നടി രംഗത്തെത്തിയിരുന്നു. വ്യാജ വാർത്ത പ്രചരിച്ചാൽ കേസ് കൊടുക്കുമെന്നായിരുന്നു കനക പറഞ്ഞത്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ ABC മലയാളം.